അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കുമ്പോൾ എന്ത് വിഷയം വന്നാലും സുന്നികളെ എങ്ങനെ ടാറടിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്ന് മാത്രം ശ്രമിക്കുന്ന കുറച്ച് വിഭാഗമുണ്ട് സോഷ്യൽ മീഡിയ. അതിൽ ഏറ്റവും പ്രധാനിയാണ് റഫീഖ് സലഫി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ മാത്രം എവിടെയോ നിന്നുകൊണ്ട് സ്റ്റുഡിയോയുടെ മുമ്പിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ആര് എന്തു ചോദിച്ചാലും അദ്ദേഹത്തിനേക്ക് തോന്നിയത് വായിലൂടെ ഇങ്ങനെ വിളിച്ചു പറയാണ്. ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്ത് കാര്യം തെളിവ് ചോദിച്ചാൽ അതില്ല. അങ്ങനെ തോന്നിയതുപോലെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ റഫീഖ് മൗലവി. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രം നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീധനം എന്ന ഈ ഒരു സമ്പ്രദായത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അതിന്റെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ചവരായിരുന്നു കേരളത്തിലെ സലഫികൾ. മുൻനിരയിൽ സ്ഥാനമുറപ്പിക്കുമ്പോൾ സ്വന്തം നേതാവ് പിന്നിലോട്ട് പോയ കാര്യം മൗലവിമാരോ അല്ലെങ്കിൽ ഇവരുടെ നേതാക്കന്മാരോ അറിയാതെ പോയതാണോ ആവോ? ചിലര് ചോദിച്ചു വാങ്ങും. സുന്നികൾ നല്ലവരാണ്, അവർ ചോദിച്ചു വാങ്ങും. മറ്റേ ചോദിക്കാതെ വാങ്ങും. ഉള്ളിക്കൂടെ ഏട്ടത്തിക്ക് എത്രയാ കൊടുത്തത്, എന്റെ ഏട്ടൻ കെട്ടിയപ്പോ എത്രയാ വാങ്ങിയത്, നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുത്തോളി, നിങ്ങളെ മോളാണ് കേട്ടോ, പേടിപ്പിക്കുക ആ രീതിയിൽ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാലോ, കല്യാണാലോചനയിലെ സ്വഭാവങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് ഓള് മക്കനടലില്ല. എന്റെ വീട്ടിലൊക്കെ മക്കനെ കുട്ടികളാ. ഓള് ഇവിടെ വന്നാ പിന്നെ മക്കനിട്ടേ പുറത്തണം. പള്ളിയിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ കൊണ്ടേക്കോളാം, ഞങ്ങൾ 5 പള്ളിയിൽ പോണവരാ. പിന്നെ നിസ്കാരത്തിലൊക്കെ ലേശം കണ്ടിട്ട് അതൊന്നും സാറില്ല. പിന്നെ നമ്മളെ പണ്ടത്തിൽ ലേശം ഒരു കുറവുണ്ട്. എന്നാ നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. ഇതാണ് മുജാഹിദിന്റെ കല്യാണത്തിലെ പല കല്യാണാലോചനയിലെയും സ്വഭാവം. നിങ്ങൾ പറ. അപ്പോൾ ആഭരണം, കല്യാണത്തിന്റെ ദിവസം ആഭരണം അഴിച്ചു വെക്കാതെ ഡ്രസ് അഴിപ്പിച്ചു വെക്കുന്നു. ഒരു ടവല് വരെ ഉള്ളതിടാൻ സമ്മതിക്കൂല. കാരണം അഭിമാനം, ഒളുപ്പില്ലേ നമുക്ക്. ഇത് ഇവരുടെ തന്നെ നേതാവാകുന്ന ഒരാളാണ്, പണ്ടേ പറഞ്ഞു വെച്ചതാണ്. എങ്ങനെയാണ് മുജാഹിദീങ്ങളുടെ കല്യാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ സ്ത്രീധനവുമായി ബന്ധപ്പെടുന്നത് എന്ന്. അതിൽ അദ്ദേഹം പറയുന്നത്, പള്ളിക്ക് പോയില്ലെങ്കിൽ പ്രശ്നമില്ല, മറ്റുള്ള ഇസ്ലാമിക് എന്ത് കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, അതേസമയത്ത് സ്ത്രീധനമില്ല എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സ്ത്രീധനം അനിസ്ലാമികമാണ്, അത് വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന മുദ്രാവാക്യം തന്നെ ഉയർത്തിപ്പിടിച്ചത് സലഫികളായിരുന്നു. ആ മുദ്രാവാക്യത്തിൽ നിന്ന് ആവേശം സ്വീകരിച്ചതല്ലെങ്കിൽ ആവേശഭരിതരായി യുവാക്കൾ മുന്നോട്ട് വരികയും 10,000-കണക്കിന് യുവാക്കൾ സ്ത്രീധനമില്ലാതെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലെ സലഫികൾക്ക് പറയാനുള്ളത്. അതെ, നിങ്ങൾ മറ്റുള്ളവരുടെ കല്യാണം അങ്ങനെ നടത്തി കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ സ്വന്തം കല്യാണം സ്വന്തം മുജാഹിദ് നേതാക്കന്മാര് അല്ലെങ്കിൽ അവരുടെ കാരണവന്മാര് സ്ത്രീധനത്തിന് വേണ്ടിയാണ് പല പ്രശ്നങ്ങൾക്കും വഴിതിരിച്ചത് എന്നാണ് നിങ്ങളുടെ നേതാക്കന്മാര് തന്നെ പറയുന്നത്. എന്തിനേറെ ഓരോ വീടുകളിലും എഴുതി തൂക്കാൻ മാത്രം അവർ ഈ രംഗത്ത് വളർന്നിരുന്നു. സ്ത്രീധനം വാങ്ങുന്ന വിവാഹത്തിലേക്ക് ക്ഷണിക്കരുത് എന്ന് പറയാൻ മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് മാറി. ആദ്യമൊക്കെ വഹാബികൾ അങ്ങനെ പറഞ്ഞു, സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കരുത് എന്ന്. അപ്പോഴാണ് അവർക്ക് അറിഞ്ഞത്, വഹാബികളുടെ കല്യാണത്തിൽ നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ, വഹാബികളുടെ കല്യാണത്തിന് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ എങ്കിൽ സ്ത്രീധനം വാങ്ങാത്ത ഒരു കല്യാണം പോലും ഉണ്ടാവില്ല. അങ്ങനെ അവർ തന്നെ അത് മാറ്റി. കാരണം അവർക്ക് കല്യാണം തീരെ വിളിക്കാണ്ടായി മാറി. കാരണം അവരുടെ നേതാക്കന്മാര് തന്നെ മാതൃക കാണിച്ചു കൊടുത്തു അവർക്ക് സ്ത്രീധനം വാങ്ങേണ്ടതിന്റെ ശൈലിയും രൂപവും. സ്ത്രീധനത്തിനെതിരെ അതിശക്തമായ സമരങ്ങൾ സലഫികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന്റെ മാറ്റങ്ങൾ സമൂഹത്തിൽ കാണാൻ തുടങ്ങി. പരസ്യമായി സ്ത്രീധനം വാങ്ങിയിരുന്ന ആളുകൾ അതിൽ നിന്നും ഉൾവലിഞ്ഞു. അതൊരു നാണക്കേടായി പലർക്കും തോന്നി. പലർക്കും എന്നല്ല, വഹാബികൾക്ക് മുഴുവൻ പേർക്കും അതൊരു നാണക്കേടായി തോന്നി. അതുകൊണ്ടായിരിക്കാം അവർ ഉൾഭാഗങ്ങളിൽ പോയി കൊണ്ട് സ്ത്രീധനം വാങ്ങുകയും സ്ത്രീധനം തന്നില്ല എന്നതിന്റെ കാരണത്താല് സുന്നികൾക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവ് തന്നെയാണ്. മുജാഹിദ് പെൺകുട്ടികൾ വിവാഹിതരാകാതെ വീടുകളിൽ ഇരിക്കുകയാണ്. അറിവുള്ള, പ്രാപ്തിയുള്ള, സൗന്ദര്യമുള്ള പെൺകുട്ടികൾ പണമില്ല എന്നവരൊറ്റ കാരണത്താൽ അവരെ വിവാഹം കഴിക്കാൻ മുജാഹിദ് സമ്പന്നരുടെ മക്കൾ തയ്യാറാവാത്തതുകൊണ്ട്, മുജാഹിദുകളുടെ ആളുകൾ തയ്യാറാവാത്തതുകൊണ്ട് ഈ മക്കളെ പിന്നെ കെട്ടിച്ചു കൊടുക്കാൻ ഗതികേട് കൊണ്ട് കെട്ടിച്ചു കൊടുക്കേണ്ടി വരുന്നു.
അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുബൂരിയുടെ ഇതിൽ ഇദ്ദേഹം പറയുന്നത് സ്ത്രീധനം വാങ്ങാത്ത മുജാഹിദീങ്ങൾ ഇല്ലാന്നാണ്. മുജാഹിദ് പ്രവർത്തകനാണോ അവർ സ്ത്രീധനം വാങ്ങും. അതുകൊണ്ട് തന്നെ സ്ത്രീധനം ഇവർ വാങ്ങുന്നത് കൊണ്ട് സുന്നികൾക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. അതായത് സുന്നികളാരും സ്ത്രീധനം വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ പരസ്യമായി സ്ത്രീധനം ചോദിക്കുന്ന അവസ്ഥകൾ ഇല്ലാതെയായി സമൂഹത്തിൽ. എന്നാൽ പരസ്യമായി ചോദിക്കുന്ന അവസ്ഥകൾ ഇല്ലാതായെങ്കിലും രഹസ്യമായി വാങ്ങുന്ന ചില കള്ളന്മാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം നേതാക്കന്മാരെ കള്ളന്മാരെ എന്ന് വിളിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇനി സംഘടനയിൽ നിന്ന് പുറത്താക്കുമോ എന്നറിയില്ല. കാരണം ഞാൻ മുമ്പ് കാണിച്ച വീഡിയോകളിൽ നിന്ന് പലതും ഇദ്ദേഹത്തിന്റെ നേതാക്കന്മാര് തന്നെ സ്ത്രീധനം വാങ്ങുന്നതിന്റെ ശൈലിയായിരുന്നു അവർ അതിൽ പറഞ്ഞു തരുന്നതും കാണിച്ചു തന്നതും. പുരോഹിതന്മാർ ഒരു ഭാഗത്ത് ഗവേഷണത്തിലായിരുന്നു. അവർ വലിയ തിരക്കിലായിരുന്നു, ഗവേഷണത്തിന്റെ തിരക്കിൽ. എന്തായിരുന്നു പ്രശ്നം? ഈ അനാചാരത്തെ എങ്ങനെയെങ്കിലും അരക്കെട്ടുറപ്പിക്കണം, ഈ അനാചാരത്തിന് പച്ചക്കൊടി കാണിക്കണം. സലഫികളുടെ ഭാഗത്തു നിന്നുള്ള ഈ വിഷയത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായാൽ ഇത് സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ തങ്ങളുടെ കീശകാലിയാകും എന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാർ ശക്തമായ നിലയ്ക്ക് ഗവേഷണം നടത്തി. ഒരായത്തെങ്കിലും കണ്ടുപിടിക്കാൻ, ഒരു ഹദീസെങ്കിലും കണ്ടുപിടിക്കാൻ. എന്തിന്? സ്ത്രീധനം ഹലാലാണെന്ന് പറയാൻ, അതിന് കുഴപ്പമില്ല ജനങ്ങളെ, നിങ്ങളത് വാങ്ങിക്കൊള്ളൂ എന്ന് പറയാൻ. അങ്ങനെ ഗവേഷണം ചെയ്ത് അവസാനം അതിനുവേണ്ടി അവർ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. ആ മുഖാമുഖത്തിൽ പരസ്യമായി ഖുർആനിൽ നിന്ന് ആയത്തോതി. എന്തിന്? സ്ത്രീധനം ഹലാലാണ്, അതിന് കുഴപ്പമില്ല, സ്ത്രീധനം വാങ്ങാൻ ഖുർആനിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേരോട്ടുകാരൻ ഒരു സഖാഫി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതി സ്ത്രീധനത്തെ ന്യായീകരിക്കുന്ന വേദനാജനകമായ കാഴ്ച കേരളത്തിൽ നമ്മൾ കണ്ടു. എന്തിനാണ് മൗലവി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്റ്റുഡിയോയുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുക, എന്ത് ചോദിച്ചാലും ആർക്കും ഒരു മറുപടിയും പറയാണ്ടിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊരു സ്വഭാവമാണ്. പക്ഷെ നിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അനുയായികൾ മാത്രമല്ല ഇത് കാണുന്നത്, പൊതുജനം കാണുന്നെന്ന് മനസ്സിലാക്കണം. സ്ത്രീധനത്തിനെ ന്യായീകരിച്ചോ? എവിടെയാണ്, ഏത് പ്രസംഗത്തിനാണ് പേരോട് ഉസ്താദ് സ്ത്രീധനത്തിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളത്? എത്ര പ്രസംഗങ്ങളിൽ പേരോട് ഉസ്താദ് സ്ത്രീധനം വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഹറാമല്ലാത്തൊരു കാര്യം ഹറാമല്ല എന്ന് തന്നെ പറയണം. ഹറാമല്ലാത്തൊരു കാര്യത്തിന് ഹറാമാണെന്ന് പറയാൻ ഒരു സുന്നിക്കും ഒരാൾക്കും അധികാരമില്ല. ഒരു കാര്യം ഹറാമാക്കുന്നതും ഹലാലാക്കുന്നതും അള്ളാഹുവാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലർക്കുള്ള സ്വഭാവം എന്തെന്ന് വെച്ചാൽ, മുൻഗാമികളാകുന്ന അമ്പിയാക്കളുടെ അനുയായികൾ അവർക്ക് തോന്നിയത് അവർ ഹലാലാക്കി, അവർക്ക് തോന്നിയതിനെ അവർ ഹറാമാക്കി എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഹറാമാക്കാനോ ഹലാലാക്കാനോ പാടില്ല. അതിന്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഇന്ന കാര്യം ഹറാമാണെന്ന് നമ്മൾ എങ്ങനെ പറയും? അതുകൊണ്ട് ഒരിക്കലും തന്നെ പേരോട് ഉസ്താദ് ഒരു പ്രസംഗത്തിലും സ്ത്രീധനത്തിന് ന്യായീകരിച്ചിട്ടില്ല. ഒരു സ്ത്രീധന വിവാഹം നടന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഇവർ അൽഫാത്തിഹ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന് കാർമ്മികത്വം നൽകുകയും ചെയ്യുമെന്ന് മാത്രമല്ല, ആ സ്ത്രീധന വിവാഹത്തിൽ നിന്ന് ഒരു വിഹിതം ആ മഹല്ലിലെ പള്ളിയിലേക്കും അതേപോലെ മദ്രസയിലേക്കും അതിന് കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിതനും അവർ വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഇതിന്റെ ഒരു വിഹിതം പറ്റി ജീവിക്കുന്ന ഇവർ ഗവേഷണം ചെയ്ത് ഖുർആനിൽ നിന്ന് ആയത്തോതി ഈ ഒരു വലിയ സാമൂഹികമായ ദുരന്തത്തിന് പച്ചക്കൊടി കാണിച്ച വേദനാജനകമായ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത്. ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇതുവരെ സ്ത്രീധനം വാങ്ങിച്ച് അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ ഒരു ഓഹരി നമുക്ക് വേണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പള്ളി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ മൗലവി? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പച്ചക്കളവ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? സുന്നികളോടുള്ള വൈരാഗ്യത്തിന്റെ കാരണത്താൽ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയണമെന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവല് നല്ലതാണ്. 3 തിരിമറികളാണ് മുസ്ലിയാർ ഈ വിഷയത്തിൽ ചെയ്തത്, ഈ ആയത്തിന്റെ വിഷയത്തിൽ ചെയ്തത്. ഒന്ന്, ആയത്തിന്റെ തുടക്കം ഇയാൾ മറച്ചുവെച്ചു. അതോതിയാൽ ഈ ആശയം മുഴുവനും പൊളിയും. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് നിസാ സൂറത്തിന്റെ 4-ാമത്തെ ആയത്തിൽ നിന്ന് പകുതി പേരോട് ഉസ്താദ് ഓതി പകുതി വിട്ടു എന്നാണ്. 3 കുറ്റങ്ങൾ അതിനുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് പകുതിയാണ് ആദ്യം കുറച്ച് വിട്ടു എന്നാണ്. എന്നാല് എന്റെ മൗലവി കിതാബുകളൊക്കെ ഒന്ന് എടുത്തു നോക്കണ്ടേ? ഒരു വിഷയത്തിന്റെ ഒരു ആയത്തിന്റെ പകുതി ഭാഗങ്ങൾ വിശദീകരിച്ചു, അതിന്റെ ആദ്യ ഭാഗങ്ങൾ വിശദീകരിച്ചില്ല. എന്നാൽ ആദ്യം പറഞ്ഞ കാര്യം രണ്ടാമത്തെ കാര്യത്തിനോട് എതിരാകുന്നില്ല എങ്കിൽ ആദ്യത്തെ കാര്യം മാത്രം അല്ലെങ്കിൽ അവസാനത്തെ കാര്യം മാത്രം പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതാണോ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീർ റാസിയിൽ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയം പറയുന്നുണ്ട്. ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ ഖൗലിനെ കുറിച്ച് പറയാൻ. ഏതാണ് ആ ഖൗല്? ഫഇൻ തിബ്നലക്കും, പേരോട് ഉസ്താദ് പറഞ്ഞ അതേ ഖൗലിനെ തന്നെയാണ് വിശദീകരിക്കുന്നത്. അതിന് മുമ്പ് കുറച്ചുണ്ട് അതേ ആയത്തിൽ, പക്ഷെ അത് റാസി ഇമാം അതിന് മുൻപ് വിശദീകരിച്ചു. കാരണം ഇതുമായി ബന്ധമുണ്ടെങ്കിലും ബന്ധമില്ലാത്ത തരത്തിലും അതിന് വിശദീകരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി രണ്ടാമത് അതിനെ മാത്രം വിശദീകരിക്കുകയാണ്. ഖൗലുഹു തആല ഫഇൻ തിബ്നലക്കും,
ഫൈൻതിബിനലക്കും എന്ന് മാത്രം, അല്ലെങ്കിൽ അതിനുശേഷം ഫൈൻതിബിനലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരീഅ എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞ ആദ്യ വാക്ക് അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പേരോട് ഉസ്താദ് മാത്രം കണ്ടു വായിച്ചതല്ല, ഒളിപ്പിച്ച് വായിച്ചതാണ് എങ്കിൽ, ഒളിപ്പിച്ച് വെച്ചതാണ് എങ്കിൽ, അതിന്റെ ഒന്നാം ഭാഗം വായിക്കുമ്പോൾ രണ്ടാം ഭാഗത്തിന് എതിരാകുന്നുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട റാസി ഇമാം ആ ഭാഗം മാത്രം വിശദീകരിച്ചത്? രണ്ടാമത്തേത്, ഓതിയ ആയത്ത് തന്നെ തെറ്റാണ് എന്ന് മാത്രമല്ല, ഓതിയ വിഷയം തന്നെ വേറെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ ഇറക്കിയത് അതിൽ നിന്ന് തെറ്റി വിഷയം മാറ്റിച്ച് സ്ത്രീധനത്തിന് അനുകൂലമായ നിലക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് ഇദ്ദേഹം ഓതി. എന്നാൽ റാസി ഇമാമിലേക്ക് അറിഞ്ഞില്ലേ മൗലവി, ഇത് അല്ലാഹു തആല ഇറക്കിയത് മഹറിനെ കുറിച്ച് മാത്രമാണ് എന്ന്? റാസി ഇമാം ബഹുമാനപ്പെട്ടവരുടെ തഫ്സീറുൽ കബീറിൽ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയം പറയുന്നുണ്ട്. ഇഅലം അന്നഹു തആല ലമ്മാ അമറഹും ബിഈതാഇഹിന്ന സദഖാതിഹിന്ന, അവർക്കുള്ളതായ സ്വതക്കകൾ കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല അവരോട് കൽപ്പിച്ചതിന് ശേഷം അഖബഹു അതിന് ഉടനെ തന്നെ പറയുകയാണ്, ബിദിക്രി ജവാദി ഖബൂലി ഇബ്റാഇഹ വഹിബതിഹാ ലഹു, അവർക്ക് എങ്ങാനും ഈ സദക്ക അല്ലെങ്കിൽ ഈ മഹറിനെ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ, ആര് ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ അതങ്ങ് ഒഴിവാക്കി കൊടുക്കുകയാണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല, അതവർ അങ്ങ് സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് വളരെ വ്യക്തമായി തന്നെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതിനെയാണ്, അതായത് ഭാര്യ ഭർത്താവിനിക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ ഉപ്പ ഭർത്താവിനിക്ക് കൊടുക്കുന്ന ഒരു സംഗതിയാണല്ലോ ഇവർ സ്ത്രീധനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ നടക്കുന്ന സ്ത്രീധനം അതല്ല. ഒരു ഭർത്താവ് തൃപ്തിപ്പെട്ട്, ഒരു ഭാര്യയുടെ പിതാവ് തൃപ്തിപ്പെട്ട് ഒരാൾക്കൊരു കാര്യം കൊടുക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഹറാമാണെന്ന് പറയുക? അതേസമയത്ത് ഇന്ന് നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, നേരെ മറിച്ച് അത് അവരോട് നിർബന്ധിപ്പിച്ച് വാങ്ങുകയാണ്. അതിനെ നമ്മളും ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു തആല, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച, അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ തിരിച്ചു തന്നാൽ ഭാര്യയുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ വീട്ടുകാരോ അത് തിരിച്ചു തരികയാണ് എങ്കിൽ അതിനെ വാങ്ങുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ എന്തിന് അത് ഹറാമാണെന്ന് പറയണം? അതുമായിട്ട് ആവശ്യത്തിനനുസരിച്ച് കട്ടുമുറിച്ചു. ഫഇൻതിബിനലക്കും അൻ ഷൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം അൻ ഷൈഇൻ എന്ന് തന്നെ ശരിക്കും പറഞ്ഞില്ല, എന്നിട്ട് ഫകുലൂഹു ഹനീഅൻ മരീഅ എന്ന അവസാനോതി അതിന്റെ മധ്യത്തിൽ മിൻഹു നഫ്സൻ എന്ന ഭാഗം മനഃപൂർവ്വം കട്ടുക. മനഃപൂർവ്വം കട്ടടാണെന്ന് ആരാ മൗലവി പറഞ്ഞത്? നിങ്ങൾക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, പേരോട് സ്ഥാനിക്ക് അവിടെ ചെറിയൊരു ഭാഗം ഒഴിവായി പോയിട്ടുണ്ട്, ശരി തന്നെയാണ്. മിൻഹു നഫ്സൻ എന്ന് പറയുന്ന ഒരു ഭാഗം പേരോട് ഉസ്താദിനിക്ക് അവിടെ നിന്ന് ഓതിയിട്ടില്ല. അത് ഓതാത്തതല്ല, നേരെ മറിച്ച് വിട്ടുപോയതാണ്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം. ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. കണ്ടില്ലേ, ഉസ്താദ് വേറൊരാളോട് ചോദിക്കുകയാണ്. കാരണം നോക്കി പോലും ഓതുന്നതല്ല, ആ ആയത്ത് ഓർമ്മയില്ലാത്തത് കൊണ്ട് വേറൊരാളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉസ്താദിനക്ക് ഓർമ്മയുള്ള ഭാഗം വെച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, പക്ഷെ ചെറിയൊരു ഭാഗം അവിടെ നിന്ന് വിട്ടുപോയി എന്നതുകൊണ്ട്, അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് അത് ആ വിട്ടുപോയ ഭാഗം ഇല്ല എന്നതുകൊണ്ട് അവിടെ നിന്ന് അർത്ഥത്തിലേക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇനി അർത്ഥത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഭാഗം വിട്ടു എന്നതിന്റെ കാരണത്താൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും തന്നെ സ്ത്രീധനത്തിന് ന്യായീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയാനുള്ളത്, സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് വഴിതിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീധനമുണ്ട്. അത് വലിയൊരു വിഷയമാണ്. അത് മറ്റുള്ളവരെ പലരെയും പല പ്രശ്നങ്ങൾക്കും വഴിതിരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അതേസമയത്ത് ഉസ്താദുമാര് പറഞ്ഞത് അനുവദനീയമാണ്, വാങ്ങുന്നതിൽ പ്രശ്നമില്ല, വാങ്ങണം എന്നല്ല, വാങ്ങാണ്ടിരിക്കലാണ് നല്ലത്. ഇനി വാങ്ങുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ സംഭവം അത് അവർ പൊരുത്തപ്പെട്ടു തരുന്നൊരു സംഗതിയാണ്. അത് ഏതൊരാളും, ഭർത്താവിന്റെ ഭാര്യയുടെ പിതാവാണെന്നല്ല, ഏതൊരാളും ആർക്കും കൊടുക്കുന്നതിൽ പൊരുത്തപ്പെട്ടു തരികയാണെങ്കിൽ അതിനെ വാങ്ങുന്നതിൽ എന്താണ് മൗലവി തെറ്റ്? അതുകൊണ്ട് ഇതുപോലുള്ളതായ കാപ്പട്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ളതായ സുന്നികളെ ടാറടിക്കാൻ വേണ്ടി തോന്നിവാസം വിളിച്ച് പറയുക എന്ന് പറയുന്നത് നിർത്തലായിരിക്കും നല്ലത്. അല്ലാഹു നമ്മളെല്ലാവരെയും കാക്കും.